ജമാഅത്തെ ഇസ്ലാമിക്കാര് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആരാ ഖലീഫമാര്? എന്നെ ശ്രദ്ധിക്കുന്ന മുസ്ലിങ്ങളായ സഖാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ പോയപ്പോ രണ്ടാമത്തെ ഹുതുബയിൽ ഒരുപാട് സ്വഹാബികളെ എണ്ണി പറഞ്ഞുകൊണ്ട് ആ സ്വഹാബികൾക്ക് തർബിയത്ത് പറഞ്ഞില്ലേ? ആ തർബിയത്ത് പറഞ്ഞ സ്വഹാബിമാരാണ് ഈ രാജ്യത്ത് ഈ ലോകത്ത് ഖലീഫമാരായിട്ടുണ്ടായിരുന്നത്. ആ ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പിണറായി വിജയൻ പരസ്യമായി പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ല, മുസ്ലിം സമൂഹത്തെ കുറിച്ചും ഇസ്ലാമിന്റെ ഖലീഫമാരെ കുറിച്ചും ഇതുപോലെയുള്ള ഭീകരമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നുമില്ല, അങ്ങനെ വിദ്വേഷപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പാർലമെന്റിൽ CPM-ന് 4 MP-മാരുള്ളത്. 4 MP-മാർ, 4-ൽ 1 കേരളത്തിൽ നിന്നാണ്. നമുക്കറിയാം, ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ജയിച്ചുപോയി. ബാക്കി 3 ആളുകളുടെ ഒരാള് പിന്നെ രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച MP. 3-ാമത്തേതും 4-ാമത്തേതും തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ, മധുരൈ എന്ന് പറയുന്ന 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച MP-മാർ. ഈ 4 MP-മാരിൽ 3 MP-മാരും ഇന്ന് പാർലമെന്റിൽ വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ വോട്ട് കൊണ്ടാണ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് നിങ്ങളോടെന്തോ കലിപ്പുള്ളത് കൊണ്ടൊന്നല്ല, അത് രാഷ്ട്രീയ തീരുമാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഏത് സമയത്തും വോട്ട് കൊടുക്കുന്നതും വോട്ട് കൊടുക്കാതിരിക്കുന്നതും രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്, വേറെന്തെങ്കിലും താല്പര്യങ്ങളുടെ ഭാഗമല്ല. ഞങ്ങളെ സഹായിച്ചവരെ തിരിച്ചും സഹായിക്കും, ഞങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കും എന്ന നയം ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. മറിച്ച് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ പ്രസ്ഥാനത്തിന്റെ പേരാ ജമാഅത്തെ ഇസ്ലാമി. ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി UDF-ന് വോട്ട് കൊടുത്തു കേരളത്തിൽ. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM-ന് രാജസ്ഥാനിലെ സിക്കറിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലും മധുരയിലും വോട്ട് കൊടുത്തു. കേവലം വോട്ട് കൊടുക്കല്ല, ഒന്നിച്ച് മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് ധാരണയിലായിട്ട് ആ 3 മണ്ഡലങ്ങളിലും CPM-കാര് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കാം. വാളയാർ ചുരങ്ങളും അപ്പുറം പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളെന്ന് പറയാൻ CPM-ന് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടാവില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളോട് എന്തെങ്കിലും വിരോധമൊന്നുമില്ല. 2019-ന് മുമ്പ് ഇന്ത്യയുടെ കേരളത്തിന്റെ രാഷ്ട്രീയം ഇവിടെ മറച്ചു വെക്കാൻ പറ്റുന്നതല്ലോ. ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാർലമെന്റ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി ചർച്ചയായപ്പോൾ മുസ്ലിം ലീഗിന്റെ KP മജീദും അതുപോലെ തന്നെ NSF അതുപോലെ തന്നെ നജീബ് കാന്തപുരം ഒക്കെ വളരെ പരസ്യമായി കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിൽ പരസ്യമായി പറഞ്ഞു, കഴിഞ്ഞ 2019-ന് മുമ്പ് ഒരുപാട് വർഷക്കാലം CPM ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തലയിൽ മുണ്ടിട്ടുകൊണ്ടല്ല, മറിച്ച് വളരെ പരസ്യമായി ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ധാരണയായിക്കൊണ്ട് CPM ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നല്ല വർത്തമാനം ദേശാഭിമാനിയിലൂടെയും അതേപോലെ തന്നെ നിയമസഭക്കകത്തും പുറത്തുമൊക്കെ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വോട്ട് കൊടുത്തത്. 2019 ആയപ്പോൾ നേരെ തലതിരിയ. ഈ തലതിരിയൽ ഇന്ത്യയുടെ രാഷ്ട്രീയ കാപട്യമാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ തോതിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഇവിടെ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെയാണോ അതേ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിനകത്ത് രാഷ്ട്രീയ ധ്രുവീകരണം മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ വലിയ തോതിലുള്ള വിദ്വേഷം മാളിക്കത്തിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിടാനുള്ള ശ്രമം, ആ ശ്രമവും ഇന്ന് നിരന്തരം പാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സന്ധി പരിവാർ ഉണ്ടാക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലം. ആ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ ബുദ്ധിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നും ജമാഅത്തെ ഇസ്ലാമി കാണുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരിലാണ് കേരളത്തിലെ പ്രബലമായ ഒരു മുസ്ലിം സംഘടനയുടെ യുവജന സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ആ സമ്മേളനത്തിൽ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണ്, അവര് ഭീകരവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ 2025-ൽ സംഘപരിവാറിന്റെ ഡെമോക്രസിന്റെ ഭീകരമായ വാള് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ വേണ്ടി വലിയ തോതിലുള്ള അപകടമുണ്ടാക്കി കാത്തിരിക്കുമ്പോൾ സംഘപരിവാറിന്റെ ഈ വർഗീയ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനം, ഈ രാജ്യത്തെ ഒരുപാട് മസ്ജിദുകളുടെ അടിയാധാരം വിളക്കിക്കൊണ്ട് അവിടെ ശിവലിംഗം സ്ഥാപിക്കുവാൻ വേണ്ടി ഹിന്ദുത്വ സംഘടനകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനം.
അതേപോലെ ഇവിടെ വഖഫ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തികമായ സംവിധാനത്തെ തകർത്തുകൊണ്ട് സാമ്പത്തികമായി മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി സംഘപരിവാർ രാഷ്ട്രീയം അതിശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനം. ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമികയിൽ 15 മാസക്കാലത്തോളമായി 50,000-ഓളം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ ഷഹീദായി ഇസ്രായേൽ കേട്ടിടൂ ജനങ്ങളെ, മാനവ കുലങ്ങളെ, ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ. മാനവർക്ക് പാത